ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്ന ഒരു ബുക്ക് റീഡ് ചെയ്തിട്ട് അത് സ്പീച്ചാക്കി കൺവേർട്ട് ചെയ്യും. അതാണ്. അപ്പോൾ ഇതിന് നെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നെറ്റ് കണക്ട് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബുക്ക് ആ ബുക്ക് റീഡ് ചെയ്തിട്ട് അത് സ്പീച്ചാക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ബുക്ക് എന്താണെന്ന് ഇവിടെ ബുക്ക് ഇതാ. ബുക്കിലുള്ള കണ്ടൻറ് ഇതാണ്. സുഹൃത്തുക്കളെ, ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. ഞാൻ 2ാം വർഷ ADS വിദ്യാർത്ഥിയാണ്. ഇതാണ് നമുക്ക് സ്പീച്ചാക്കി മാറ്റേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈബ്രറീസ് എല്ലാം ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ ലൈബ്രറിയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇമ്പോർട്ട് IO എന്ന് പറയുന്ന മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഈ IO എന്ന് പറയുന്ന മൊഡ്യൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഫയൽ ഹാൻഡ്ലിംഗ് യൂസിങ് IO മൊഡ്യൂൾ. ഫയൽ ഹാൻഡിൽ ചെയ്യുന്ന ഈ IO മൊഡ്യൂൾ വെച്ചിട്ടാണ്. അതുകൂടാതെ നമ്മൾ ഫ്രം GTTS ഇമ്പോർട്ട് GTTS നമ്മൾ നേരത്തെ ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് ആ പാക്കേജ് ഇങ്ങോട്ട്, ആ ലൈബ്രറി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അതുപോലെ തന്നെ അതെന്തിനാ, ടെക്സ്റ്റ് ഫയലിനെ MP3 ആക്കാനായിട്ടാണ് നമ്മൾ ഈ GTTS ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ഫയലിനെ MP3 ഫയലാക്കാനായിട്ട് നമ്മൾ book.txt ഈ book.txt എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫയലിനെ, ഈ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ MP3 ഫയലാക്കണം. അത് GTTS ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് വെച്ചിട്ടാണ് നമ്മൾ ആ ലൈബ്രറി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് നമ്മൾ MP3 ഫയലാക്കും. ഇനി ആ MP3 ഫയൽ പ്ലേ ചെയ്യണം. അത് പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ലൈബ്രറി ഉപയോഗിച്ചാണ്. ഈ പ്ലേ സൗണ്ട് നമുക്ക് GTTS നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തതെന്ന് പഠിച്ചു. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫയലിൽ പോവുക, സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക, ഈ പാക്കേജ് ഇവിടെ എടുക്കുക. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ GTTS അടിച്ചു കഴിഞ്ഞാൽ GTTS കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതെടുക്കും. ഉടനെ ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് പറയുക. അപ്പം പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്തതാണ് പാക്കേജ് ഇത് താഴെ വരുന്നു. പാക്കേജ് ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി GTTS. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെന്ത് ചെയ്യണം, അത് കഴിഞ്ഞ് നമ്മളത് OK അടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേ സൗണ്ട് ഇതുപോലെ തന്നെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് പ്ലസ് അടിക്കുക. പ്ലസ് അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലേ സൗണ്ട് എന്ന് കൊടുക്കുക. പ്ലേ സൗണ്ട് കണ്ട, പ്ലേ സൗണ്ട് വന്നു. അതും നമ്മൾ ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് പറയുക. അപ്പോൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യും. ഇതുണ്ടോ, പാക്കേജ് പ്ലേ സൗണ്ട് ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, OK അടിക്കുക. അപ്പോൾ അത് രണ്ടുമായി. അപ്പോൾ പ്ലേ സൗണ്ട് എന്തിനാണ്, ഈ GTTS ആദ്യം നമ്മൾ ഈ IO വെച്ചിട്ടാണ് നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഫയൽ ഹാൻഡ്ലിംഗ് മൊഡ്യൂൾ. ഈ IO എന്ന മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് GTTS ഉപയോഗിച്ചുകൊണ്ട് എന്ന ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട് ആ ഫയലിനെ എന്ത് ചെയ്യും, നമ്മൾ MP3 ആക്കും. MP3 ആക്കി കഴിഞ്ഞാൽ ഈ പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ഈ ലൈബ്രറി ഉപയോഗിച്ച് പ്ലേ ചെയ്യിക്കും. നമ്മൾ ഡീഫാൾട്ട് MP3യിലാണ് പ്ലേ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം FP എന്ന് പറയുന്ന വേരിയബിളിലേക്ക് IO.open ചെയ്യുക, ഫയൽ ഓപ്പൺ ചെയ്യുക. IO ഉപയോഗിച്ചാണ് IO.open ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയൽ ഓപ്പൺ ചെയ്യുന്ന അപ്പം 3 പാരാമീറ്റർ ഉണ്ടാകും. ആദ്യം ഏതാണ് ടെക്സ്റ്റ് എന്ന് പറയുക, book.txt ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ book.txt ആണ് നമ്മുടെ ടെക്സ്റ്റ് ഫയൽ. അതിലേക്ക് ടെക്സ്റ്റ് ഫയൽ വരണം. പിന്നെ അതാണ് ആദ്യത്തെ നമ്മൾ ടെക്സ്റ്റിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് റീഡ് മോഡിലാണുള്ളത്. റീഡ് മോഡ് കൊടുക്കണം. രണ്ടാമത്തെ റീഡ് മോഡ്. മൂന്നാമത്തെ എൻകോഡിങ് UTTF-8 എന്ന് പറയുന്ന എൻകോഡിങ് ഉപയോഗിച്ചാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. ഇത് മലയാളത്തിൽ റീഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം ഫയൽ ഓപ്പൺ യൂസിങ് IO മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് അതാണ് FP എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്തു. FP എന്ന് പറയുന്ന നമ്മൾ book.txt എന്ന് പറയുന്നത് നമ്മൾ IO എന്ന മൊഡ്യൂൾ വെച്ച് നമ്മൾ ടെക്സ്റ്റ് ആ ഫയൽ ഓപ്പൺ ചെയ്തു. അത് FP എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൊടുത്തു. എന്നിട്ട് ആ FP എന്ന് പറയുന്ന ഫയലിലുള്ളത് റീഡ് ചെയ്തു. FP.read അതാണ് ബുക്ക് കണ്ടൻറ്റ്. ഇപ്പോൾ അതാണ് ബുക്ക് കണ്ടൻറ്റ്. ബുക്കിനകത്തുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്തു, ബുക്ക് കണ്ടൻറ്റ്. എന്നിട്ട് നമ്മൾ ആ ബുക്ക് കണ്ടൻറ്റിനെ നമ്മൾ
MP3 ഫയലാക്കാനായിട്ട് GTTS എന്ന് പറയുന്ന ലൈബ്രറി ഉപയോഗിച്ച് ഈ ബുക്ക് കണ്ടൻറ്റിനെ ലാംഗ്വേജ് അതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ ഏതാണ് നമ്മുടെ ബുക്ക് ടെക്സ്റ്റ് എന്നുള്ളതാണ്. അത് ബുക്ക് കണ്ടൻറ്റാണ്. അതാണ് ബുക്ക് കണ്ടൻറ്റ്. അത് നമ്മൾ മലയാളം ലാംഗ്വേജ് മലയാളം. അപ്പോൾ GTTS ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബുക്ക് കണ്ടൻറ്റിനെ മലയാളം ലാംഗ്വേജിലേക്ക് ആണ് ടെക്സ്റ്റ് ഫയലിനെ MP3 ആക്കിയത്. GTTS ഉപയോഗിച്ചാണ് നമ്മൾ MP3 ഫയലാക്കുന്നത്. ഇതാണ് കൺവേർട്ട് ടെക്സ്റ്റ് ഫയൽ ആസ് MP3. അത് GTTS എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ OB എന്ന് പറയുന്ന ടെക്സ്റ്റിനെ അത് MP3 ആയിട്ട് സേവ് ചെയ്ത് വെച്ചു. book.mp3 ആയിട്ടാണ് അതിനെ book.mp3 ആയിട്ട് സേവ് ചെയ്തു. അപ്പോൾ OB.save ഈ book.mp3 സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ലൈബ്രറി ഉപയോഗിച്ച് അത് സ്പീച്ച് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇവിടെ സ്പീച്ച് കൊടുത്താൽ ഇത്രയായി. ഇനി നമ്മൾ സ്പീച്ച് കൊടുക്കുക. സുഹൃത്തുക്കളെ, ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. ഞാൻ 2ാം വർഷ ADS വിദ്യാർത്ഥിയാണ്. കണ്ടോ, ഇതാണ് ഇവിടെ വന്നത്. ഇതിൻ്റെ അകത്തുള്ള ഈ ബുക്ക് കണ്ടൻറ്റ്. ഈ ബുക്ക് കണ്ടൻറ്റാണ് സ്പീച്ചാക്കി കൺവേർട്ട് ചെയ്തത്. അത് നിങ്ങൾ ഓർക്കണം. ഈ ടെക്സ്റ്റ് കണ്ടൻറ്റ് നമ്മൾ സ്പീച്ചാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിലൊരു കാര്യം, നമുക്ക് നമ്മുടെ പൈത്തൺ ഫയൽ എവിടെയാണോ ഉള്ളത് ആ പൈത്തൺ ഫയലിൽ നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് പൈത്തൺ ഫയലിൽ ഈ ബുക്ക് എന്നുള്ളത്. ഇതുണ്ടോ, ഈ ബുക്ക് ഇതാണ് സ്പീക്ക് ചെയ്തത്. അത് നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൈത്തൺ ഫയലിൽ നമുക്ക് ഈ MP3 ഫയലും കാണാം. ഇത് നമ്മുടെ MP3 ഫയൽ, ഈ ബുക്ക് എന്നുള്ള MP3 അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടും. സുഹൃത്തുക്കളെ, ഞാൻ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. ഞാൻ 2ാം വർഷ ADS വിദ്യാർത്ഥിയാണ്. അതാണ് നിങ്ങൾ അറിയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ ആ പൈത്തൺ പ്രോജക്റ്റ് 5 എന്ന് പറയുന്ന ഫയലിൽ നമ്മുടെ ബുക്ക് കണ്ടൻറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ആ MP3 ഫയലും ഉണ്ടാവും.